ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. എറണാകുളം വെങ്കലത്തിന്റെ നാട്ടിൽ നിന്നും നമ്മളെ കാണുവാൻ വേണ്ടി പിങ്കിളി മാമി എത്തിയിരിക്കുകയാണ്. ജിങ്കിളി മാമിന് ഞാൻ ഇന്നൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ചപ്പമാണോ ബിങ്കോയാണോ എന്നതാണ് പറയില്ല, സർപ്രൈസ്. ഇതാണ് നമ്മുടെ ആട്ടിൻകൂട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് 5 സെന്റ് പാറ. ഏലക്കാട് സത്യത്തിൽ ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റിയിരിക്കുകയാണ്. ചേട്ടായി എനിക്ക് വേണം. എന്ത് വേണം? അതാ ഞാനും ചോദിക്കുന്നത്, എന്ത് വേണം? മലപ്പുറത്തുള്ള ഏതോ ഒരു പിഞ്ഞാണ സോമൻ പിന്നെ അത് ബ്ലോക്ക് ആക്കി, അങ്ങനെ അത് പോയി. ഈ 23 വയസ്സിൽ സത്യത്തിൽ എന്തൊക്കെ ജോലി ചെയ്തു? ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടുണ്ട്, പിന്നെ കൂലിപ്പണിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഏത് പ്രായത്തിൽ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി? ഞാന് 19ാമത്തെ വയസ്സില്. 19 വയസ്സിൽ എന്തായിരുന്നു അന്ന് ചെയ്തത്? സത്യം പറഞ്ഞ പോത്തിന്റെ ചാണകം വരെ. ആദ്യമായിട്ട് ഈ ജോലി ചെയ്യുമ്പോൾ എത്രയായിരുന്നു ശമ്പളം കിട്ടിയത്? അന്ന് എനിക്ക് 200 രൂപ. പിന്നെ തൊഴിലുറപ്പിന് പോയപ്പം 236, പിന്നെ 296 പിന്നെ ഇപ്പം 346 നിൽക്കുന്നു. ഇപ്പൊ പണിയും തീർന്നു. എന്തിനാ ഈ ഡിപ്രഷൻ വരുന്നത്? നല്ലൊരു വീടില്ല, കൂട്ടുകാർക്കൊക്കെ ജോലിയുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് പറയുന്ന ഒന്നുമില്ലല്ലോ. നമ്മളിപ്പോ ഏലക്കാട്ടി പണിയുന്നു, കൂലിപ്പണിക്കാരൻ. എവിടെ പോയാലും കൂലിപ്പണി. കുറെ അപമാനം സഹിച്ചു. ആൾക്കാർ 1-2 പേര് മുഖത്ത് നോക്കി പറഞ്ഞു, നീ രക്ഷപ്പെടത്തില്ലെന്ന്. മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. എൻ്റെ അമ്മ പൊന്നുപോലെ നോക്കി. ഞാൻ ഉണ്ടായ സമയത്ത് കണ്ടവൻ്റെ വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം ചെയ്തിട്ടാണ്. അതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. കാരണം നമ്മളെ ബന്ധുക്കാരെല്ലാം ഒഴിവാക്കിയ, കൂട്ടുകാരൊക്കെ കുറെ നാൾ മിണ്ടാതൊക്കെ ഇരുന്നു. ഇപ്പം എല്ലാവരും സപ്പോർട്ടാണ്. കുറെ ജോലി ചെയ്ത് മടുത്തു, കുറെ കഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാവുന്ന പണിയെല്ലാം ചെയ്തു. മണ്ണ് വാരല്. ഇനിയിപ്പം സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കി അമ്മക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം, അങ്ങനെ ആഗ്രഹിക്കും. നല്ലൊരു വീട് വെച്ച് കൊടുക്കുക, കടങ്ങളെല്ലാം വീട്ടിൽ ഹാപ്പി ആയിട്ട് ഇരുത്തുക, അതൊക്കെ തന്നെ. എറണാകുളം വെങ്കലത്തിന്റെ നാട്ടിൽ നിന്നും നമ്മളെ കാണുവാൻ വേണ്ടി പിങ്കിളി മാമി എത്തിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാവർക്കും അറിയാം ഈ പിന്നാ സെറ്റിങ്സ്, മൊബൈൽ ഫോണിൻ്റെ നൊക്നാച്ചി മാമൻ്റെ ഒരു കഥ തന്നെയാണ് പിന്നാ സെറ്റിങ്സ്. അതറിയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. ജിങ്കിളി മാമനല്ലേ? അതെ. എന്തുണ്ട്, വീഡിയോ എടുക്കായിരുന്നോ? ഞാനേ എറണാകുളത്ത് വന്നത് ജിങ്കിളി മാമനെ കാണാൻ വേണ്ടിയിട്ടാ. ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് അവിടെ ചൂടാ. ഇവിടെ എന്ത് തണുപ്പാടോ? ഇവിടെ ഇന്ന് രാവിലെ മഴയായിരുന്നല്ലേ? വന്നത് കൊണ്ടായിരിക്കും. ജിങ്കിളി മാമനെ കുറിച്ച് എവിടെയാ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ ഞങ്ങള് ജിങ്കിളി മാമന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ നേരിട്ട് പറഞ്ഞോളൂ, എവിടെയാണ് സ്ഥലം? ഇത് ഇടുക്കി കൂട്ടാറ്, കരുണാപുരം പഞ്ചായത്തിലെ കൂട്ടാറാണ്. ഇതാണ് നമ്മുടെ ആട്ടിൻകൂട്. ഇതൊക്കെ ഞങ്ങളെ പരിചയപ്പെടുത്ത്. ഇത് ആട്ടിൻകൂട്. ഇത് വെറും 5 സെന്റ് പാറ. 5 സെന്റ് പാറ. വെറും 5 സെന്റ് പാറ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനേ അമ്മയുള്ളൂ. അമ്മയുള്ളൂ. നാണക്കാരനാണോ? ഇത് ആദ്യമായിട്ടാണ് ഇത് പെട്ട് പെണ്ണ് കാണാൻ വന്ന പോലെ. സത്യത്തില് ഇത്രയും നാണാണ്, നാണക്കാരനാണ് ശരിക്കും. സാരില്ല. വീട്ടില് ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, ഞാനുണ്ട്. നിങ്ങൾ 2 പേരാണ്. ഓക്കെ. അച്ഛൻ മരിച്ചുപോയി. ചെറുപ്പത്തിലെ മരിച്ചുപോയി. അത് 10 പഠിക്കുമ്പോൾ മരിച്ചുപോയി. എന്ത് പറ്റിയതാ? അത് ഞൊഞ്ഞാമാമൻ വന്ന് കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ സൈലന്റ് അറ്റാക്ക് ആയി അന്ന് അങ്ങനെ പോയി. അങ്ങനെയാണ്. അപ്പൊ അമ്മയും മോനും ആണ്. അപ്പൊ അതാണ് ചെറുപ്പത്തിലേ ജോലിക്കൊക്കെ പോകുന്നത്. എത്ര വയസ്സുണ്ട് ശരിക്കും? എനിക്ക് 23. 23? ശരിക്കും കൂട്ടിപ്പറയാണ്. ഇത്ര ഉണ്ട്. 23 ഉണ്ട്. അമ്മയോട് ചോദിക്കട്ടെ ഞാൻ പോയിട്ട്, കറക്റ്റ് വയസ്സാണോ? അതെ. ഈ 23 വയസ്സിൽ സത്യം എന്തൊക്കെ ജോലി ചെയ്തു? ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടുണ്ട്, പിന്നെ കൂലിപ്പണിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഏലത്തിന് മരുന്നടിക്കാൻ ഓസ് വലിക്കാൻ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ പണിയും, അത്യാവശ്യം കട്ടുപണിയൊക്കെ നമ്മൾ ചെറിയ തോതിൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ഭാരമൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ ഈ കൊച്ചു ശരീരത്തിന്? അത് ചെയ്തല്ലേ പറ്റൂ. ജീവിക്കണ്ടേന്ന്. ഓക്കെ. ഇപ്പൊ ഈ പഠിക്കണ സമയത്ത് പഠിക്കണം അങ്ങനെയൊന്നുമില്ല, ജോലി കാര്യം? ഞാനിപ്പോ 4 വർഷമായിട്ട് യൂട്യൂബിൽ വരുന്നത്. പക്ഷെ 2 പ്രാവശ്യം പരാജയപ്പെട്ടു. ഇത് 3ാമത്തെ തവണയാണ് ഇൻസ്റ്റാഗ്രാമിൽ ജിങ്കിളി മാമൻ കഥയായിട്ട് വന്നത്. ഇതാണ് മെയിനായിട്ട് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് കാണുന്ന ഒരു സ്ഥലമുണ്ട്, എപ്പോഴും വീഡിയോ എടുക്കുന്ന ഒരു സ്ഥലം, ഏലത്തോട്ടം. അത് എനിക്കൊന്ന് കാണിച്ചു തരാമോ? ഇതാണല്ലേ വീട്? എത്ര സെന്റിലായി വീട്? ഇത് വെറും നമ്മുടെ വീഡിയോ പറയാറുള്ള പോലെ വെറും 5 സെന്റ് പാറയാണ് വീട്. ആടൊക്കെ ഉണ്ടോ? ആടുണ്ട്, പിന്നെ കോഴിയുണ്ട്. എത്ര കോഴിയുണ്ട്? 8 കോഴി. ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്ന അധോലോകം എന്ന് പറയാം അല്ലേ? അതെ. ഇതാണ് പച്ചിലക്കാട്. ഇവിടുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. ആരും കാണത്തില്ല, മറ്റ് ശല്യങ്ങളൊന്നുമില്ല. അതായത് ആൾക്കാരെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ.
നമ്മള് ഓരോ കണ്ടന്റ് ജിങ്കിടി മാമൻ ആദ്യത്തെ തുടക്കം ഇവിടെ നിന്ന് ആ ഇത് ആരുടെ പറമ്പാ? ഇത് അമ്മയുടെ സ്ഥലമാണ്. എത്ര സെന്റ്? ഇത് 5 സെന്റ്. 5 സെന്റ്. ഇതും പിന്നെ വെറും 5 സെന്റ് പാറയും പറയും. മൊത്തം 10 സെന്റ് വീടും എല്ലാം കൂടെ. ഞാൻ കേട്ടിട്ടുണ്ട് ഇടുക്കിക്കാർക്കൊക്കെ ഏലം കൃഷിയോട് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവരോട് ഏലം കൃഷി, അത് എന്തുകൊണ്ടാ? അത് ഇവിടെ എന്ന് പറയുമ്പോൾ ഏലക്കാടാണ്. തേയിലത്തോട്ടം കുറവാണ്. മറ്റു നാടുകളെ പോലെയല്ല. ഇവിടെ തണുപ്പുണ്ട്. ഏറ്റവും കൂടുതൽ തണുപ്പാണ്. തണുത്ത കാലാവസ്ഥ. നിങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു മഴക്കാറും ഒക്കെയാണല്ലോ, അതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഏലം കൃഷി ഇവിടെ എല്ലാരും ചെയ്യുന്നത്. ഈ നല്ല വിലയുണ്ടോ ഏലത്തിന്? ഇപ്പം കണ്ടവന്റെ തോട്ടത്തിൽ പണിയുന്നത് എനിക്ക് എങ്ങനെ വില അറിയാം. ഇപ്പൊ ഏലക്കാട്ടില് ആളുകൾ വന്നിട്ട് നോക്കുമ്പോ നീ ഒറ്റയ്ക്ക് ഇരുന്ന് വീഡിയോ ചെയ്യും ഇവിടെ. അപ്പൊ ആളുകൾ ആരെങ്കിലും വന്ന് ചോദിച്ചു എന്താണ് ഏലക്കാട്ടിൽ പരിപാടി എന്ന് ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോ? അത് സത്യം ഉണ്ട്. അത് ഞാൻ ഇവിടുന്ന് കാറ് പോവേ സംഭവം എന്നാന്നോ, ഞാനിങ്ങനെ നമ്മുടെ ജിങ്കിടി മാമൻ കാണാൻ വരുന്നുണ്ട് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ, ഞാൻ ഗ്യാസ് എന്നല്ല, നമ്മുടെ നാട്ടിൽ നിന്നും ഒരാളിങ്ങനെ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ആരാടാ അവിടെ നിന്ന് ഒച്ച വെക്കുന്നേ എന്നും പറഞ്ഞ് പണ്ട് ചോദിക്കായിരുന്നു. പിന്നെ ഞാൻ പാറയിലേക്കാക്കി. അങ്ങോട്ട് കയറി പോകുമ്പോൾ ഒരു പാറയുണ്ട്. പിന്നെ അവിടെ നിന്ന് ആരും ഇല്ലല്ലോ. അപ്പൊ അവിടെ നിന്ന് ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു. ഇതൊക്കെ പരിപാടി. ഇവിടെ ഇരുന്നിട്ടാണോ ക്രിയേറ്റിവിറ്റീസ് ഒക്കെ വരിക കൂടുതലായിട്ട്? ഇവിടെ ഇരുന്നത് പച്ചമാങ്ങയുടെ ബിങ്കോയും അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഓരോ സമയങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഈ പറഞ്ഞ വീഡിയോസ് ചെയ്യാൻ സ്റ്റുഡിയോ ഒക്കെ നമുക്ക് ഉണ്ടാവില്ല, അതുപോലെയാണ് ഏലക്കാട് സത്യത്തിൽ ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റിയിരിക്കുകയാണല്ലോ. അതായത് എനിക്ക് സ്റ്റാൻഡൊന്നും ഇല്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. അവിടെ ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ചെയ്യും. അടിപൊളി. എനിക്കിത് ഇഷ്ടം. കാരണം മറ്റൊരാള് നമ്മളൊന്നും പറയുന്നില്ലല്ലോ, സ്വന്തമായിട്ട് സ്വന്തം കാര്യം നോക്കി. അതെ, നമ്മൾ പറയുന്ന ഏലക്കാട് മാത്രമല്ലേ കാണുന്നുള്ളൂ, അവർ ജഡ്ജ് ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ നമ്മള് ഇത് പിന്നെ ആകപ്പാടുള്ള ഇച്ചിലിക്കാട് തറവാട് മാത്രമേ. ഇതാണ് നമ്മുടെ ആട്ടിൻകൂട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, ഇതാണ് 5 സെന്റ് പാറ. ജിങ്കിടി മാമ, ശരിക്കും ജിങ്കിടി മാമൻ എന്താ ആഗ്രഹം? എനിക്ക് യൂട്യൂബർ ആകാനായിരുന്നു ആഗ്രഹം. പിന്നെ സാഹചര്യമാണ് നമ്മുടെ ജിങ്കിടി മാമൻ ആക്കി മാറ്റിയത്. അതെന്ത് സാഹചര്യം? അതായത് നമ്മൾ ഓരോ ദിവസം ഓരോ കണ്ടന്റ് ആണ് ചെയ്യുന്നത്. അതായത് ചുക്ലി മാമൻ, ജിങ്കിടി മാമൻ, ഞോഞ്ഞി മാമൻ, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോഴാണ്, അതായത് മറ്റൊരാളുടെ ചിരി കാണുമ്പോഴാണ് നമുക്കൊരു എന്റർടൈൻമെന്റ് ആകുന്നത്. ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ ശരിക്കുണ്ടോ? ഇല്ല. ഇത് സ്വന്തം ഈ ബാലരമ, നമ്മൾ പണ്ടൊക്കെ ബാലരമ വായിക്കത്തില്ലേ, അപ്പൊ അതിനകത്ത് ലുട്ടാപ്പി അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് ഓരോ പേരിട്ട് കഥാപാത്രം സ്വയം ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ പറയുന്ന കഥകളോ? അത് നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറയുമല്ലോ. ഇപ്പൊ മൊബൈൽ ഫോണിലാണേലും നമ്മൾ ഇങ്ങനെ ഓരോന്ന് കാണുമല്ലോ. അപ്പൊ എന്റേതായ രീതിയിൽ ഞാനിങ്ങനെ പറയുന്നു. പച്ചില തോട്ടത്തിന്റെ നടക്കിൽ നിന്നും ഞാനിങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ ഒരു ഞഞ്ഞാ ബിന്നസ് ഉണ്ട്. അതൊക്കെയാണ് എനിക്ക് ഇത്. ശരിക്കും ഇത് ആരോ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, വീഡിയോ എടുക്കാം, ഇങ്ങനെ ആളുകൾ കാണും എന്നൊക്കെ, ഇത് ആരാ ശരിക്കും പറഞ്ഞത്? ഞാൻ ആദ്യമേ യൂട്യൂബ് ഏതോ ഒരു ഇത് കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ആഗ്രഹം. 4 വർഷമായി. അപ്പൊ ഈ കലാപരിപാടി തന്നെ ഇങ്ങനെ തുടരുന്നു. ഭയങ്കര സന്തോഷം തോന്നുന്നല്ലേ വീഡിയോ എടുക്കുന്നത്? ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു. അതെ. ഈ അമ്മയും വീട്ടുകാരൊക്കെ എന്താ പറയണേ? വീഡിയോസ് കണ്ട് എല്ലാവരും സെലിബ്രിറ്റി ആണോ ഇവിടുത്തെ വലിയ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും മെസ്സേജ്, പരമാവധി എല്ലാവർക്കും മെസ്സേജ് അയക്കും. പിന്നെ ഇത്ര നാളും ആരോടും മിണ്ടത്തില്ല. ഇപ്പൊ എല്ലാരോടും കമ്പനിയായി. അങ്ങനെ മിണ്ടി ആരാ ഇതുവരെ മിണ്ടാതെ തിരിച്ചു വന്ന്? അല്ല, അങ്ങനെയൊന്നും ചോദിച്ചാൽ ആരുമില്ല. കാരണം കൂട്ടുകാരൊക്കെ കുറെ നാള് മിണ്ടാതൊക്കെ ഇരുന്നു. ഇപ്പം എല്ലാവരും സപ്പോർട്ടാണ്. കൂട്ടാറിലെ ഓട്ടോ മാമന്മാരും എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ നാട്ടുകാരെല്ലാം ഇപ്പം കൂടെ ഉണ്ട്. പിന്നെ സെറ്റിങ്സ്, ഇപ്പൊ ഞങ്ങൾ എല്ലാവരും പിന്നെ സെറ്റിങ്സ് തപ്പിക്കൊണ്ട് നടക്കുക, എല്ലാവരുടെ സെറ്റിംഗ് മാറ്റിക്കൊണ്ടിരിക്കുക. അതായിരുന്നു തോന്നുന്നു ഏറ്റവും വൈറലായിട്ടുള്ള വീഡിയോ. അത് ഞാൻ പിന്നെ എന്ന് പറഞ്ഞപ്പം പിന്നെ സെറ്റിങ്സിലേക്ക് വന്നതാണ് സംഭവം. നമ്മുടെ ഫോണില് ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ, സെറ്റിങ്സ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അപ്പൊ ഞാൻ യൂട്യൂബ് എടുക്കുമ്പോഴത്തേക്കിനും ഫേസ്ബുക്ക് വരും, ഫേസ്ബുക്ക് എടുക്കുമ്പോഴത്തേക്കിനും ഇൻസ്റ്റാഗ്രാം വരും, ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോഴത്തേക്കിനും കോളിന്റെ ഇതൊക്കെ വരും. പിന്നെ അങ്ങനെ ഓരോ സംഭവം ചെയ്യുന്നു. ഇപ്പൊ കുറെ കൂട്ടുകാര് ആദ്യം മിനിറ്റിലായിരുന്നു, പിന്നീട് തിരിച്ചു വന്നു പറഞ്ഞില്ലേ, അതെന്തുകൊണ്ടാ? അത് BA പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് വന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങി 2 തവണ പൊട്ടി. 3ാമത്തെ തവണയാണ് ഈ പരിപാടിയിലേക്ക് വന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്തൊന്നും മെസ്സേജ് ഇല്ല, കൂട്ടുകാർ മെസ്സേജ് അയക്കത്തില്ല. പിന്നീട് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കിനും ആൾക്കാർക്കൊരു ഇഷ്ടമായി. അതായത്
ദുബായിലൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് കൂട്ടുകാരൊക്കെ. കൂട്ടുകാർ ദുബായിലെത്തി. എത്തി. അപ്പോൾ നമ്മളെ ഒന്ന് കാണാനും സംസാരിക്കാനും ഒന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ എന്നും തിരക്കുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഓരോ ക്ലിഞ്ഞ സെറ്റിങ്സിനെ പോലെയുള്ള നൊക്കണി മാമൻ്റെ കഥകൾ പറയുന്നു. സ്കൂളിൽ എങ്ങനെയായിരുന്നു? സ്കൂളിൽ ഞാൻ കുഴപ്പമില്ലാത്ത കോളേജ് കംപ്ലീറ്റ് ആക്കിയോ? വേണ്ടായിരുന്നു. കോളേജ് കംപ്ലീറ്റ് ആക്കിയോ? 3 വർഷം കോളേജിൽ പോയി. ഇപ്പം 4ാമത്തെ വർഷം ആകുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആ സമയത്ത് തൊട്ട് യൂട്യൂബ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ആകാൻ പറ്റിയില്ല. കൂട്ടുകാരൊക്കെ നല്ല നിലയിൽ എത്തിയപ്പോൾ നമുക്കൊരു വിഷമമായിരുന്നു. പിന്നെ എങ്ങനെയും ഒന്ന് പച്ച പിടിക്കണം അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നത്. എന്താ പഠിച്ചു ശരിക്കും? ഞാൻ BA ഹിസ്റ്ററി ചരിത്രം എടുത്തു. നമുക്ക് ഒരുപാട് കഥകൾ ചോദിച്ചു തരണം. അതിന് മുമ്പ് നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോവാം. കേരളത്തിലെ ബാക്കി ഞങ്ങൾ അവിടെ ചൂടെടുത്തിട്ട് വയ്യ. ഇവിടെ എന്ത് തണുപ്പാടോ. ഇവിടെ രാമക്കമ്മേട് ഇങ്ങനെയാണ്. കാറ്റാടിപ്പാടവും രാമക്കമ്മേടും ശ്രീരാമന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ്. അപ്പൊ നമുക്ക് കുറച്ചേരം ഇരുന്ന് സംസാരിച്ചാലോ? ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികള്, പാരൻസിനെ കൊല്ലുന്ന വാർത്തകൾ, അതിൻ്റെ ഇടക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആളുകളെ ചിരിപ്പിക്കുകയും ഭയങ്കരമായിട്ട് നമുക്ക് വാവുന്നു തോന്നുക, അല്ലെങ്കിൽ കുറച്ചു നേരം നമ്മളെ പുഞ്ചിരിപ്പിക്കുന്ന വീഡിയോസൊക്കെ മോൻ ചെയ്യുന്നത്. ശരിക്കും ഈ ലഹരി ഉപയോഗത്തിനെ കുറിച്ച് മോൻ എന്താ പറയാനുള്ളത്? ഇത് സത്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കൊലയും സംഭവങ്ങൾ ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മറ്റൊരാൾ നമ്മുടെ വീഡിയോ കാണുന്നത് നമുക്ക് സന്തോഷമാണ്, പക്ഷെ അതിൽ നിന്നും നമ്മുടെ ദുഃഖങ്ങൾ മാറുകയാണ്. അതായത് കമൻ്റൊക്കെ വായിക്കുമ്പോഴത്തേക്കും സന്തോഷമാണ്. പിന്നെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും കടന്നു വന്ന ഒരാളാണ്. അതെ, ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമൻസ് കേൾക്കാറുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ കളിയാക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന കമൻസ് ആണ് വരിക. അത് എങ്ങനെ എടുക്കുക? അത് ഞാൻ അങ്ങനെ ആ കമന്റ് അന്നേരം ഡിലീറ്റ് ചെയ്ത് കളയും. മറുപടി ഒന്നും കൊടുക്കാൻ അന്നേരം വൃത്തിയുടെ ഒരു കമന്റ് വന്നാൽ അന്നേരം നമ്മൾ ഡിലീറ്റ് ചെയ്യും. പിന്നെ വേറെ ഒരു പ്രശ്നമില്ല. എപ്പോഴും പോസിറ്റിവിറ്റി അല്ലേ? ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. അത് കാരണം ഞാൻ പള്ളിയിൽ പോയാലും ഉത്സവത്തിന് പോയാലും ഫോട്ടോയോ വീഡിയോസോ എല്ലാം എടുക്കുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ 2024 ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ആൾക്കാർ 1-2 പേര് മുഖത്ത് നോക്കി പറഞ്ഞു, നീ രക്ഷപ്പെടത്തില്ലെന്ന്. മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങ് കോൺഫിഡൻസ് ആയി, പിന്നെ വാശിയായി, ഇങ്ങനെയും ലൈഫ് ഒന്ന് സെറ്റാക്കണം. കാരണം ഈ 5 സെൻറ്റ് പാറയിൽ നിന്നും നല്ലൊരു വീട്, അത്യാവശ്യം സാമ്പത്തികമായിട്ട് രക്ഷപ്പെടണം എന്നോർത്ത് തന്നെ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. 1 വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ? ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ചു വന്ന് പറഞ്ഞില്ലേ നന്നായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, വളരെയധികം സന്തോഷം. ഇപ്പൊ അമ്മ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിലേ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ് അല്ലേ? ഏത് പ്രായത്തിൽ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി? ഞാൻ 19ാമത്തെ വയസ്സിൽ. 19 വയസ്സിൽ എന്തായിരുന്നു അന്ന് ചെയ്ത പണി? അന്ന് സത്യം പറഞ്ഞാൽ പോത്തിന്റെ ചാണകം വരെ പോയത്. അന്ന് തലയൊക്കെ ഇടിച്ച് ഭയങ്കര പ്രശ്നമായി. ചെറിയ റിസ്ക് ഒക്കെ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ പിന്നീട് ആ സമയത്തും വീഡിയോസ് ഒക്കെ ചെയ്യുന്നു. അന്ന് അടുത്തുള്ളവരൊക്കെ ഇവനൊക്കെ എങ്ങനെയാ വീഡിയോസ് എടുക്കാൻ, അങ്ങനെയാണ് ആൾക്കാർ കണ്ട് ആ വീഡിയോ എടുക്കും, ഡിലീറ്റ് ചെയ്യും, പിന്നെ അതെടുക്കും, ഡിലീറ്റ് ചെയ്യും. പിന്നെ അവസാനം എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല, എങ്ങനെയും രക്ഷപ്പെടണം. കുറേ ജോലി ചെയ്ത് മടുത്തു. ഇനി എനിക്ക് അത് പറ്റത്തില്ല. കാരണം കുറേ കഷ്ടപ്പെട്ടു. ഇതിപ്പോൾ 10-24 വയസ്സാവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാവുന്ന പണിയെല്ലാം ചെയ്തു. മണ്ണ് വാരൽ, ഈ ഏലത്തിൻ്റെ പണിയെല്ലാം ചെയ്തു. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കി ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടി ആദ്യമായിട്ട് ഈ ജോലി ചെയ്യുമ്പോൾ എത്രയായിരുന്നു ശമ്പളം കിട്ടിയേ? അന്ന് എനിക്ക് 200 രൂപ. പിന്നെ തൊഴിലുറപ്പിന് പോയപ്പം 236, പിന്നെ 296 പിന്നെ ഇപ്പം 346 നിൽക്കുന്നു. ഇപ്പൊ പണിയും തീർന്നു. ഇപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുണ്ടാവില്ലേ? കാരണം അമ്മയും മകനാണ് ഒരുമിച്ച് നിൽക്കണേ അല്ലേ? അച്ഛൻ ചെറുപ്പത്തിലേ മരിക്കുന്നു, അമ്മയാണ് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്നത്. അതിൻ്റെ കൂടെ തന്നെ 19ാം വയസ്സിൽ ജോലിക്ക് ഇറങ്ങാന്ന് പറയുന്നത് അമ്മയുടെ വിഷമവും അല്ലെങ്കിൽ ലൈഫിൻ്റെ വാല്യൂ, പൈസയുടെ വാല്യൂ, ജീവിക്കാനുള്ള കാര്യം അല്ലേ? പഠിക്കുന്ന കൂടത്തിൽ ജോലി ചെയ്യാൻ എത്ര കുട്ടികൾ ഇന്നത്തെ കാലത്ത് തയ്യാറാവുമെന്ന് എനിക്കറിയില്ല. അതെന്നാ സംഭവം? എൻ്റെ അമ്മ എന്നെ അതേപോലെ കഷ്ടപ്പെടുത്തി. അതായത് എന്നെ പൊന്നുപോലെ നോക്കി. ഞാൻ ഉണ്ടായ സമയത്ത് എന്നാ പറയുക, കണ്ടവൻ്റെ വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം ചെയ്തിട്ടാണ്. അതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എങ്ങനെയും ഇപ്പോൾ ഒന്ന് നല്ലൊരു വീട് വെച്ച് വീട്ടിൽ ഇരുത്തുക, സ്വന്തം ഇത് എൻ്റെ എന്നാ പറയുക, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി
മുന്നോട്ട് പോവാന്നാണ് ഭയങ്കര ആഗ്രഹം. അമ്മ പറയാറുണ്ടോ മോൻ വലിയ ജോലിക്കാരനൊക്കെ ആയിട്ട് അമ്മക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അമ്മക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം അങ്ങനെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താ? അതായത് ഒന്ന് വീട്ടിൽ ഇരുത്തുക, നല്ലൊരു വീട് വെച്ച് കൊടുക്കുക, കടങ്ങളെല്ലാം വീട്ടിൽ ഹാപ്പി ആയിട്ട് ഇരുത്തുക, അതൊക്കെ തന്നെ. കാരണം നമ്മളെ ബന്ധുക്കാരെല്ലാം ഒഴിവാക്കിയ, അപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും നാളെ അവരെല്ലാം വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം നമ്മളിപ്പോൾ നല്ല നിലയിലായി വരികയാണ്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും അതിജീവനത്തിൻ്റെ മാർഗം എന്നതുപോലെ ഇപ്പം ഉയർന്നു വരുന്നു. ഇപ്പം വിഷമൊക്കെ വരുമല്ലോ, ഇപ്പം അധികം കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അമ്മയും മോനും മാത്രം. ഈ വിശേഷങ്ങളൊക്കെ അമ്മയും മോനായിട്ടാണ് ചർച്ച ചെയ്യണത്, വേറെ ആരും? അതിനല്ലേ TV ഫോണൊക്കെ. ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഇതാകുന്നു. പിന്നെ കൂട്ടുകാർ ഇപ്പം വന്നു തുടങ്ങി. ഇത്ര നാളും ഒഴിവാക്കി പോയവരെല്ലാം ഇപ്പോൾ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഒരു സമയത്ത് നമ്മളൊന്നും അല്ലാത്ത സമയത്ത് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കൂടെ ഇല്ല, നമ്മൾ സക്സസിൻ്റെ ഒരു സമയത്തുമ്പോൾ നമുക്ക് ഈ കൂട്ടുകാരൊക്കെ വരും. അപ്പോൾ എങ്ങനെയാ അത്തരത്തിലുള്ള കൂട്ടുകാരൊക്കെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? അത് എന്നെ ഒഴിവാക്കി പോയതെന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്റ്റാഗ്രാം, ആദ്യമേ യൂട്യൂബിൽ നിന്നാണ് കുറേ പേര് എതിർപ്പ് വന്നത്. ഞാൻ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ വാട്സപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു. അയച്ചു കൊടുത്തിട്ട് അവർ കണ്ടിട്ട് കുറ്റം പറയും, അവൻ അങ്ങനെയാ ഇങ്ങനെയാ. അത് കോളേജ് മൊത്തം പാട്ടായി, ഭയങ്കര ഇതായി. അങ്ങനെ സപ്ലി ആയി, അവസാനം BA പൊട്ടി പാളീസായി. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോഴേ വളരെ ക്ലാരിറ്റിയിൽ സംസാരിക്കുന്നുണ്ട്, കൃത്യമായിട്ട് എന്നെ മറുപടി പറയുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യുക അല്ലേ, ആ ഇമേജ് അല്ല വരിക. ചിലപ്പോൾ ആളുകൾക്ക് ചിരിക്കാൻ തോന്നും അല്ലേ, ഇതൊരു കോമാളി പീസ് എന്ന രീതിയിലൊക്കെ ആളുകൾ, അത് വിഷമാവാറുണ്ടോ? ഇല്ല ഇല്ല. ഇത്രയും വിഷമൊക്കെ വരുമ്പോഴേ ഇപ്പൊ നമ്മൾ പലരും പല രീതിയിലാണല്ലോ അത് ഓവർകം ചെയ്യുന്നത്, നമ്മൾ വിഷമൊക്കെ മാറ്റുന്നേ. എങ്ങനെയാ വിഷമൊക്കെ വരുമ്പോ എങ്ങനെയാ മാറ്റാമോ? വിഷമം വരുമ്പോ ഞാൻ ഈ ഫോണ് നോക്കി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എൻ്റെ റീൽസ് തന്നെ ഞാൻ കണ്ടിട്ട് പൊതുവെ നമ്മുടെ ഇന്റർവ്യൂ നമ്മളെ ഇരിക്കുമ്പോൾ നമുക്ക് സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ഈ ഫീൽ വരും. ഇവിടെ സ്വന്തം വീട് ചിരിക്കും. അത് സ്വന്തം വീട്, അത് വീട്ടിൽ സീരിയലൊക്കെ വെക്കുമല്ലോ. ഞാനിങ്ങനെ വലിയൊരു TV ഒന്നും കാണുന്നില്ല. തൽക്കാലം ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഓരോ കണ്ട് ഇരിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഇത്, അതായത് ഡിപ്രഷനൊക്കെ വരുന്ന സംഭവം. ഡിപ്രഷൻ ഇത്ര ചെറുപ്പത്തിൽ 24 വയസ്സുള്ള കുട്ടിക്ക് ഡിപ്രഷനൊക്കെ? എന്തിനാ ഈ ഡിപ്രഷൻ വരുന്നത്? അതായത് വീട്ടിലെ കാര്യങ്ങൾ, കടം, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രശ്നം അതാ. നല്ലൊരു വീടില്ല, കൂട്ടുകാർക്കൊക്കെ ജോലിയുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് പറയുന്ന ഒന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ ഏലക്കാട്ടി പണിയുന്നു, കൂലിപ്പണിക്കാരൻ. എവിടെ പോയാലും കൂലിപ്പണി. കുറേ അപമാനം സഹിച്ചു. അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഇപ്പം ഹാപ്പിയാണ്. ഇപ്പൊ ഇൻസ്റ്റയില് ഒന്നുമില്ലെങ്കിലും ഹാപ്പിയാണ്. കല്യാണം ഒക്കെ ആര് പെണ്ണ് തരാത്ത ഇത്ര സെലിബ്രിറ്റി ആയി അങ്ങനെ ഇഷ്ടമുണ്ടോ കല്യാണം? നാളൊക്കെ നീ എന്നെ കുറച്ചു നേരം നോക്കിയിരുന്നേ, അവരുടെ മുഖത്ത് ഒക്കെ നാളാ. എനിക്ക് പേടിയോ? ഇത്രയും സംസാരിച്ച് എന്നെ പേടിയുണ്ടോ? പെമ്പിള്ളേരെ മുഖത്തൊക്കെ നാണാണോ? പേടിയാണ്? പെമ്പിള്ളേര് പേടിയാണ് ടോട്ടലി ആണോ? എന്താ പേടിക്കണ പെമ്പിള്ളേരെ? അതായത് നമ്മളിപ്പോ തൊട്ടനും പിടിച്ചതിനും പീഡനം ചെയ്യുന്ന നമ്മൾ ഇത്ര ദൂരെ അതൊക്കെ ഈ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? കാരണം ഇത്ര സെലിബ്രിറ്റീസ് ആണ്, ഒരുപാട് മെസ്സേജസ് വരും. അങ്ങനെ മെസ്സേജസ് വരാറുണ്ടോ? എന്തൊക്കെ അയക്കാ? ഹായ് ജിങ്കിടി മാമ ഐ ലവ് ഉള്ള പറയാലോ, അങ്ങനെ തന്നെ മെസ്സേജ് വരും. ജാസ്മിൻ എന്തെങ്കിലും ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇല്ല. ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടോന്ന് ആഗ്രഹമല്ല, എങ്കിലും ഭാവിയിലെ വധുവിനെ കുറിച്ചൊരു സങ്കല്പം, ഒരു ആഗ്രഹം ഉണ്ടോ? എന്താണ് വരുന്ന പെൺപിള്ളേര് നല്ലപോലെ ആഹാരം വെച്ച് തരണം. പിന്നെ ആഹാരം വെച്ച് തരണം. ഫോണ് നോക്കി വേറെ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് തേച്ചിട്ട് പോവരുത്, അത് പോയിന്റ് ആണ്. പിന്നെ എന്നാ 2 പിള്ളേരൊക്കെ ആയി കഴിഞ്ഞിട്ട് ഓൾറെഡി എന്നെ ഇട്ടിട്ട് വേണ്ട, വേറെ തന്നെ കൂടെ പോയി. അപ്പൊ പിള്ളേരെ മാത്രം ഞാൻ നോക്കട്ടെ. എവിടെയോ എത്തി ഗൈസ്. ഓക്കെ, പിന്നെ അമ്മേനെ നോക്കണം, എനിക്കതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ തന്നെയാണ് തേച്ചിട്ട് പോയത്, എനിക്കതേ പറയുന്നു. ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് തുറന്ന് ഇൻസ്റ്റാഗ്രാം പോകുമ്പോൾ, ഇൻസ്റ്റാഗ്രാം തുറന്ന് ഫേസ്ബുക്ക് പോകും. ശരിക്കുള്ള കാര്യമായിരുന്നു. അത് റിയൽമി C21 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിലാണ്. ഈ ഫോണാണ്. ഇതിനകത്ത് നമ്മളിപ്പോ ആദ്യമേ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് വരും, പിന്നീട് ഇൻസ്റ്റാഗ്രാം വരും. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിയുമ്പോഴത്തേക്കും നേരെ ഫേസ്ബുക്കിലേക്ക് പോവാ. അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. ടച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്നോട് പിണക്കമുള്ള പോലെ ഒരു ചെറിയ സംഭവം ഓടിപ്പോവും. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കിന് എങ്കിൽ പിന്നെ എന്നാ ചാണകം വാരിയതും എല്ലാം കൂടി ഇട്ടങ്ങോട്ട് ഒരു പിടി അങ്ങ് അന്നത്തേക്കിന് ഇതിനകത്ത് വേറെ സംഭവമുണ്ട്, പിന്നെ സെറ്റിങ്സ്. ഇതാണ് ഹൈലൈറ്റ്. അതായത് സെറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുമ്പോഴത്തേക്കും നമുക്ക്
പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് കട്ടായി പോകുന്നുണ്ട്. ഞാൻ തന്നെ ഒരു സംഭവം ഇട്ടതാ, പിഞ്ഞ സിറ്റിങ്സ്. ഇപ്പൊ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ടെന്ന് പറയാറുണ്ടല്ലോ. ഈ പുറം ഫേക്ക് ആയിട്ടുള്ള ആളുകളെ മെസ്സേജ് അയക്കും, അതേസമയം 12 മണിക്ക് ശേഷം പ്രത്യേക ഒരു മെസ്സേജ് ഒക്കെ വരുന്നത് കേട്ടോ. ഉണ്ട്, അതുണ്ട്. എന്തൊക്കെ അയക്കാം അവര്? ചേട്ടായി എനിക്ക് വേണം. എന്ത് വേണം? അതാ ഞാനും ചോദിക്കുന്നത്, എന്ത് വേണം? ചേട്ടായിനെ വേണമെന്നോ? ആ ചേട്ടായി എനിക്ക് വേണോ. ഞാൻ ചോദിച്ചു എന്നതാ, അങ്ങനെ തന്നെ മെസ്സേജ് വന്നായിരുന്നു. ഞാൻ ബ്ലോക്ക് ആക്കി. പിന്നെ എനിക്ക് സങ്കടം തോന്നി. അത് പിന്നെ മലപ്പുറത്തുള്ള ഏതോ ഒരു പിഞ്ഞാണ സോമൻ മെസ്സേജ് ഇട്ടു. പിഞ്ഞാണ സോമൻ മെസ്സേജ് ഇട്ടു. എന്നിട്ട് ചേട്ടായി എനിക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. ഇത് ഞാൻ അന്നേരം ചോദിച്ചു എന്നതാന്ന് ചോദിച്ചപ്പോ എനിക്കൊന്നുമില്ല ഇങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ അത് ബ്ലോക്ക് ആക്കി, അങ്ങനെ അത് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മണിയാകുമ്പോൾ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് രാത്രി 1 മണിക്കൊരു മെസ്സേജ്, ആണുങ്ങളെ പോലെ തന്നെ സംസാരിക്കുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു അന്ന് ഒരു ഫോട്ടോ ഇട്ട് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഫോട്ടോയൊക്കെ എന്തിനാ, ഞാൻ നേരിട്ട് കാണുന്നതല്ലേ ഒന്ന്, നേരിട്ട് കാണുന്നതല്ലേ. ഇങ്ങനെയൊക്കെ ഒരുപാട് ഫേക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഒരു നോമ്പ് മാസമാണല്ലോ, അപ്പൊ ഈ നോമ്പ് മാസത്തിൽ മോൻ്റെ ഒരു ആഗ്രഹം എന്താ? എനിക്ക് നല്ല ഫോണില്ലായിരുന്നു, ഇപ്പം നല്ല ഫോണായി. ഇനിയിപ്പോൾ നാട്ടിൽ ഇപ്പം ഒന്നുമില്ലെങ്കിലും അറിയപ്പെടാൻ തുടങ്ങി. അപ്പം എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ എനിക്ക് സ്റ്റാറായിട്ട് തന്നെ നിൽക്കണം. കാരണം ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും കടന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നാ പറയുക, ഞാനിപ്പോൾ ഹാപ്പിയാണ്. എനിക്കതേ പറയാനല്ലേ, എപ്പോഴും നമ്മൾ പാലും ചായ മാത്രം കുടിക്കുന്ന ഒരാൾ കടിഞ്ചായം കൂടെ വല്ലപ്പോഴും ടേസ്റ്റ് ചെയ്യണ്ടേ. ശരിയാ, ആള് വിഷയമുണ്ടോ? പിന്നെ അല്ല അങ്ങ് വയറിലാവട്ടെ, കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.